നീ ഉപദ്രവിച്ചവൻ നിനക്ക് മാപ്പ് നൽകാത്തിടത്തോളം അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല. ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. നമ്മുടെ നാവ് കൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ആരെങ്കിലും നമ്മുടെ നാവ് കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ സഹോദരങ്ങളെ അത് ഒത്തുതീർപ്പാക്കുക. കാര്യം ഗൗരവമാണ്. പരലോകത്ത് നമ്മളുടെ അമലുകൾ നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ആരെയെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാളും വിചാരിക്കേണ്ടതില്ല പരലോകത്ത് ഞാൻ രക്ഷപ്പെടും, അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നൊരാളും വിചാരിക്കേണ്ടതില്ല. അള്ളാഹു പുറത്തു തരണമെങ്കിൽ നീ ഉപദ്രവിച്ചവൻ നിനക്ക് മാപ്പ് നൽകണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ പാപമോചനം നിനക്ക് ലഭിക്കുകയുള്ളൂ. നീ ഉപദ്രവിച്ചവൻ നിനക്ക് മാപ്പ് നൽകാത്തിടത്തോളം അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല. ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ച് ഇവിടെ നിന്ന് സുഖമായി മരിച്ചു പോകാം, നീ വിജയിച്ചു, നീ രക്ഷപ്പെട്ടു, അള്ളാഹു പുറത്തു തരും എന്ന് നീ വിചാരിക്കേണ്ടതില്ല. അത് നിന്റെ വ്യാമോഹമാണ്. നീ ഉപദ്രവിച്ചവരോട് നീ ഒത്തുതീർപ്പാക്കണം. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ റബ്ബിന്റെ കോടതിയിൽ അവർ വരും. നീ ഉപദ്രവിച്ചവർ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകൾ അവർക്ക് കൊടുക്കും. അതല്ല എങ്കിൽ അവരുടെ തിന്മകൾ നിന്റെ മേൽ ചാർത്തപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം വളരെ ഗൗരവമാണ്.